am Hasna. ഇനി നമ്മൾ മൊഡ്യൂൾ 2-ലെ ചാപ്റ്റർ 2 ആണ് നോക്കാൻ പോകുന്നത്. ദിസ് ഈസ് കോൾഡ് ലെക്ചർ മെത്തേഡ്. ഓക്കെ, സോ ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഇത് ലാറ്റിൻ വേർഡായിട്ടുള്ള ലെക്ടസ് എന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം വായിക്കുക എന്നുള്ളൊരു അർത്ഥമായിരുന്നു, ടു റീഡ്. ഓക്കെ, തുടക്കത്തിൽ ലെക്ചർ മെത്തേഡ് എന്നതിനർത്ഥം അല്ലെങ്കിൽ ലെക്ചർ എന്നതിനർത്ഥം നമ്മൾ ഉറക്കെ വായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. പിന്നെ അതെന്തായി, ടീച്ചേഴ്സ് ഓറലി സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നത് ആയിട്ട് മാറി. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഒരു ടീച്ചർ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ വൺ വേ കമ്മ്യൂണിക്കേഷനിലൂടെ പറയുന്നതിനാണ് ഈ ലെക്ചർ മെത്തേഡ് എന്ന് പറയുക. ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വെർബൽ പ്രസൻറ്റേഷനാണ് ടു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് മിനിമൽ സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ. മിനിമൽ സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ മീൻസ് അവരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് എഫേർട്സോ കാര്യങ്ങളോ ഇടേണ്ട ആവശ്യമില്ല, ടീച്ചേഴ്സ് ഇരുന്ന് പറഞ്ഞോളും. ഓക്കെ, സ്റ്റുഡൻസ് എന്തായിരിക്കും, മോസ്റ്റ്ലി പാസീവ് ആയിരിക്കും, അവർ ലിസണറായിട്ട് ഇരുന്നാൽ മതി. ഓക്കെ, ഇനി ലെക്ചർ മെത്തേഡിൻ്റെ ഒരു നേച്ചർ നോക്കുകയാണെങ്കിൽ അതൊരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്. അധികവും കോളേജസിലും ലാർജ് ക്ലാസ് റൂംസിലുമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തിയററ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിന് ടീച്ചേഴ്സിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, എന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്കൊരു ജനറൽ ഐഡിയ കുട്ടികളിലേക്ക് കൊടുക്കണമെങ്കിൽ അതിന് ലെക്ചർ മെത്തേഡ് യൂസ്ഫുൾ ആണ്. ദെൻ ഒരു സബ്ജക്റ്റിനെ പറ്റി സബ്ജക്റ്റിൻ്റെ മേലെ നമുക്ക് സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒക്കെ പറഞ്ഞ് നമ്മൾ ടോപ്പിക്കിൻ്റെ ഒരു ഉദ്ദേശമൊക്കെ പറഞ്ഞ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും ഈ ഒരു ലെക്ചർ മെത്തേഡ് ബെസ്റ്റാണ്. ദെൻ ഒരു ന്യൂ കൺസെപ്റ്റ്, ഒരു ന്യൂ തോട്ടൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് മനസ്സിലാക്കണമെങ്കിൽ ലെക്ചർ മെത്തേഡ് ബെസ്റ്റാണ്. ദെൻ അതുപോലെ തന്നെ കുട്ടികളിൽ എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടും ലെക്ചർ മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. ഓക്കെ, ഇനി ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ, കോഗ്നിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടതെങ്കിൽ, അതായത് ബുദ്ധിപരമായിട്ട് അവർക്ക് നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈൻ, അവരുടെ ഇന്റലക്ച്വൽ ലെവലിലേക്കുള്ള സാധനങ്ങളാണ് കൊടുക്കേണ്ടതെങ്കിൽ അവിടെ ലെക്ചർ മെത്തേഡാണ് ബെസ്റ്റ്. ദെൻ ദ ടീച്ചർ നീഡ്സ് ടു കൺട്രോൾ ദ പേസ് ഓഫ് ലേണിംഗ്. അതായത് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ടീച്ചേഴ്സിൻ്റെ കയ്യിലാണ് ഉള്ളത് അത്. ഓക്കെ, ദെൻ ക്ലാസ്സസ് ക്രൗഡഡ് ആണെങ്കിൽ, ഒരുപാട് പേരുണ്ടെങ്കിൽ അവിടെ ലെക്ചർ മെത്തേഡാണ് സ്യൂട്ടബിൾ. പിന്നെ ടൈം വളരെ കുറവാണ് സിലബസ് കവർ ചെയ്യാനെങ്കിൽ അതിനും ബെസ്റ്റ് മെത്തേഡ് ലെക്ചർ മെത്തേഡാണ്. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് സിലബസ് കവർ ചെയ്യാൻ ഈ ഒരു ലെക്ചർ മെത്തേഡ് കൊണ്ട് സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് നമുക്ക് മീഡിയ, അതുപോലെ ICT കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ചോക്ക് ബോർഡ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇവാലുവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ അവിടെയും ലെക്ചർ മെത്തേഡാണ് ബെസ്റ്റ്. ദെൻ സ്റ്റുഡൻസ് ഒക്കെ അത്യാവശ്യം മെച്ചുവേർഡാണ്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ അവിടെ ലെക്ചർ മെത്തേഡാണ് നല്ലത്. ഇതൊരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ കുറച്ചു കാലം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത്, കാരണം അവർക്ക് ഞാൻ എന്ത് പറയുമ്പോഴും നമുക്കൊരു വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നീട് എനിക്ക് വേറൊരു ലെവലിൽ പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാതായി. കാരണം കുട്ടികൾ അത്രയും മെച്ചോർഡാണ്, കാര്യങ്ങൾ ഇന്നത്തെ സമയത്ത് ഇത് ചെയ്തു വരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു വരും. എന്ത് പറഞ്ഞാലും അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ലെക്ചർ മെത്തേഡാണ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ദെൻ സ്ട്രെങ്ത് ആൻഡ് അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് സിലബസ് കവർ ചെയ്യാൻ പറ്റും, ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലാർജ് ക്ലാസ്സസിന് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ദെൻ ഫ്ലെക്സിബിൾ ആയിരിക്കും, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ടൈമൊക്കെ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ടീച്ചേഴ്സിന് ഒരു കണ്ടന്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ
മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ക്ലാസ് കൺട്രോൾ. നമുക്ക് അവരുടെ ഡിസിപ്ലിനും ക്ലാസ് കൺട്രോളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു മോസ്റ്റ്ലി കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ആയിരിക്കും ആ ഒരു സമയത്ത് സ്യൂട്ടബിൾ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ്. സോ ടീച്ചേഴ്സ് ക്യാൻ ഒബ്സർവ് സ്റ്റുഡൻസ് നോൺ വെർബൽ റെസ്പോൺസസ്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക. പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ കുറച്ചു കാലം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വെർബലായാലും നോൺ വെർബലായാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അവരെന്താ ഉദ്ദേശിക്കുന്നത്, അവർക്ക് മനസ്സിലായോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കത് കുട്ടികളെ നിരീക്ഷിക്കാൻ കൂടി പറ്റുന്നുണ്ട് ഈ ഒരു ലെക്ചർ മെത്തേഡിൽ. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ദോഷവശങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്, തിരിച്ചിങ്ങോട്ടില്ല. ഓക്കെ, സ്റ്റുഡൻസ് എപ്പോഴും പാസീവായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കൊടുക്കുന്ന ആളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു കിട്ടിയിട്ടുണ്ടോ ഇല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, തിരിച്ച് റീപ്ലേ ഇല്ല, ഫീഡ്ബാക്ക് ഇല്ല. അത് ലെക്ചർ മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെ ഇത് പ്രാക്ടിക്കലായിട്ടുള്ള സ്കില്ല്, ഇത് തിയറിറ്റിക്കൽ ആണെങ്കിൽ ഓക്കെ, പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവിടേക്ക് എത്തൂല. നമ്മളിപ്പോൾ ഇപ്പോൾ ബൈസിക്കിൾ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിനെ പറ്റി നമ്മൾ വാദോരാതെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ട് കാര്യമല്ല, എസ്സേ പോലെ എഴുതിയിട്ട് കാര്യമല്ല, അത് ചെയ്ത് പഠിച്ചാൽ തന്നെ പറ്റുള്ളൂ. സോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കില്ലിന് ഇത് സ്യൂട്ടബിൾ ആവില്ല, സോഷ്യൽ സ്കില്ലിന് സ്യൂട്ട് ആവില്ല, അതുപോലെ ആറ്റിറ്റ്യൂഡ്സ് വളർത്തിയെടുക്കാനും ഇത് സ്യൂട്ട് ആവണമെന്നില്ല. ഓക്കെ, പറഞ്ഞു എന്ന് വിചാരിച്ച് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്ത് പഠിക്കാനാണ്, ലേണിംഗ് ബൈ ഡൂയിങ് വേണം. ഓക്കെ, സോ അത് ഇതിനില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. പിന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല കുട്ടികൾക്ക് മനസ്സിലായി എന്നുള്ളതിന്, കാരണം നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും കുട്ടികൾക്ക്. ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിസണിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലേണിംഗ് കപ്പാസിറ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരിലേക്ക് ഏത് വിധത്തിൽ എത്തി നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ടീച്ചേഴ്സിൻ്റെ സ്കില്ല് പോലെ ഇരിക്കും അത്. ഇപ്പോൾ ഒരു തരത്തിലും കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റാത്ത, പിന്നെ അതുപോലെ സിലബസ് കവർ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നത്, അങ്ങനത്തെ ഒന്നും ടീച്ചേഴ്സിൻ്റെ സ്കില്ലാണ് മെയിൻ ഇതിൽ. ഓക്കെ, ദെൻ സ്റ്റുഡൻസ് ഫോർഗെറ്റ് മച്ച് ഓഫ് ദ കണ്ടന്റ് ഓവർ ടൈം. ഇത് റിവൈസ് ചെയ്തുകൊണ്ടേയിരുന്നില്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും ഈ ലെക്ചർ മെത്തേഡ് കൊണ്ട്. ഓക്കെ, പിന്നെ ഇത് ബോറിങ് ആവാനും മോണോട്ടോണസ് ആവാനും ഇതുണ്ട്. എന്നും രാവിലെ വന്നിരുന്ന് ക്ലാസ് കേട്ട് പോവുക കുട്ടികൾ. അപ്പോൾ ഒന്നും തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല, ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു മോണോട്ടോണസ് ലൈഫാണത്. അപ്പോൾ അത് ബോറിങ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ലോങ് ടൈം റിട്ടൻഷൻ ഇത് എഫക്റ്റീവ് അല്ല, എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതിന്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ പിന്നെ പഠിപ്പിക്കാൻ ഒരു ടീച്ചേഴ്സിന് പറ്റില്ലല്ലോ. ഓക്കെ, സോ ദെൻ ഇംപ്രൂവിങ് ലെക്ചർ മെത്തേഡ്. ഇനി നമ്മളെ ലെക്ചർ മെത്തേഡ് ഇംപ്രൂവ് ആക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്താം. നമ്മൾ ലേണിംഗ് കർവ് പഠിച്ചല്ലോ, 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്ന് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത സംഭവങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കാം, ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും സ്റ്റുഡൻറ്റിനെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയും ചെയ്യരുത്. ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഒരു ഇൻറ്ററാക്ട് ചെയ്ത് പഠിക്കുക. അതൊക്കെ ഇതിനെ എഫക്റ്റീവ് ആക്കാൻ സഹായിക്കും. ദെൻ ഇനി നമ്മളൊരു ലെക്ചർ മെത്തേഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വേണം, ഒബ്ജക്റ്റീവ് നോളജ് ട്രാൻസ്ഫർ ചെയ്യാനാണുള്ളതെങ്കിൽ അവിടെ ലെക്ചർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ അവിടെയും ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ നമ്മളെ ടീച്ചിങ്ങിൻ്റെ വേഗത നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം, ടീച്ചേഴ്സ് കൺട്രോൾ ചെയ്യണം. ദെൻ ടൈം ആൻഡ് റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ ഹൈ ലെവൽ ഓഫ് സ്റ്റുഡൻറ്റ് മെച്യൂരിറ്റി ഈസ് എൻഷുർഡ്. സ്റ്റുഡൻസിന് അത്യാവശ്യം മെച്യൂർഡാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ നമുക്കതിനനുസരിച്ച് നമുക്ക് ലെക്ചർ മെത്തേഡ് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ ഇൻ ഷോർട്ട്, ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് നമ്മുടെ ലാർജ് കണ്ടന്റ് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണിത്. ഇതിൽ നമുക്ക് സ്റ്റുഡൻസിന് വലിയ പണിയൊന്നുമില്ല, പാസീവായിട്ട് കേട്ടിരിക്കാം. പിന്നെ ആക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് ആർ മോർ എഫക്റ്റീവ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ലോങ് ടേം റിട്ടൻഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു
ലെക്ചർ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറയാണ്. ഇൻഷോർട്ട് നമുക്ക് എന്താ പറയുക, ഇത് അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാർജ് ക്രൗഡഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് സിലബസ് കവർ ചെയ്യാൻ കഴിയും. ടീച്ചേഴ്സിൻ്റെ മിടുക്കാണ് അതിൽ കാര്യമായിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നോ അത്രത്തോളം അവരിലേക്ക് എത്തും. സോ ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് കംസ് അണ്ടർ ദിസ് ചാപ്റ്റർ. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഫയൽ നിങ്ങൾക്ക് എക്സാംസ് പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലുള്ള ടെലഗ്രാം ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. You can get it from there. Okay, thank you.